ഹായ് ഫോർച്യൂൺ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ആൻഡ് സ്റ്റേ സേഫ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് എംപൈമ. വാട്ട് ഈസ് എംപൈമ? ആൻ അക്യുമുലേഷൻ ഓഫ് thick purulent fluid within the pleural space, often within fibrine development. എന്താണ് എംപൈമ എന്ന് പറയുന്നത്? എംപൈമയെ നമ്മൾ പയോതൊറാക്സ് എന്നുകൂടി വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നുണ്ട്? പ്യൂറുലൻ്റ് പ്ലൂറൈറ്റിസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെയും ഇന്നർ സർഫസ്, നമ്മുടെ ചെസ്റ്റിൻ്റെ ഇന്നർ സർഫസ് അകത്തും പസ് ഫോം ചെയ്യുന്നതാണ് എംപൈമ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത്. An accumulation of thick purulent fluid within the pleural space, often with fibrine development. Next, causes. What are the causes? Presence of bacterial pneumonia or lungs, penetrating chest trauma, hematogenous infections, iatrogenic causes after thoracic surgery or thoracentesis. What are the causes or risk factors? Main causes or risk factors: presence of bacterial pneumonia. ബാക്ടീരിയൽ ന്യൂമോണിയ കൊണ്ട് എംപൈമയ്ക്ക് ഒരു കാരണമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെസ്റ്റ് ട്രോമ, എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതൊരു കാരണമാണ്. ഹെമറ്റോജനസ് ഇൻഫെക്ഷൻ, പ്ലൂറൽ സ്പേസിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തൊറാസിക് സർജറിയോ തൊറാസെന്തസിസ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർഗാനിസംസ്. ഇതും ഒരു കോസസ് തന്നെയാണ്. ഓർഗാനിസംസ്: സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് പയോജനസ്. ഈ 3 ഓർഗാനിസംസും എംപൈമയ്ക്ക് കാരണമാണ്. നെക്സ്റ്റ്, പത്തോഫിസിയോളജി. എംപൈമയുടെ പത്തോഫിസിയോളജി, എങ്ങനെയാണ് ഇതുണ്ടായി എത്തുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് പാരാന്യൂമോണിക് എഫ്യൂഷൻ. അവിടെ എന്താണ്? പാരാന്യൂമോണിക് എഫ്യൂഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ലീഡ്സ് ടു റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. അവിടെ ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫെക്ഷൻസിനെ ഉണ്ടാക്കുന്നുണ്ട്. ലീഡ്സ് ടു പെർമിയബിലിറ്റി ഓഫ് ദ കാപ്പിലറീസ്. ലീഡ്സ് ടു അട്രാക്ട് WBC ടു ദ സൈറ്റ്, എസ്കേപ്പ് ഓഫ് ആൽബുമിൻ ആൻഡ് അതർ പ്രോട്ടീൻസ് ഫ്രം ദ കാപ്പിലറീസ്. ഈ പെർമിയബിലിറ്റി, കാപ്പിലറീസിലേക്കുള്ള ഈ ഒരു പെർമിയബിലിറ്റി അവിടെ നടക്കുന്നുണ്ട്. അതെന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് WBC അട്രാക്ട്സ് WBC ദ സൈറ്റ്, എസ്കേപ്പ് ഓഫ് ആൽബുമിൻ. അവിടെ എന്താണ് എസ്കേപ്പ് ചെയ്യുന്നത്? ആൽബുമിനും അതർ പ്രോട്ടീൻസും. എവിടെ നിന്നാണ് എസ്കേപ്പ് ചെയ്യുന്നത്? നമ്മുടെ കാപ്പിലറീസിൽ നിന്നും. ലീഡ്സ് ടു പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് എന്തായിരിക്കും? അളവ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് ഫ്രീ ഫ്ലോയിങ് പ്രോട്ടീൻ റിച്ച് പ്ലൂറൽ ഫ്ലൂയിഡ്. അതാണ് നമ്മുടെ സ്റ്റേജ് ഫസ്റ്റായിട്ട്, എംപൈമയുടെ സ്റ്റേജ് ഫസ്റ്റാണത്. അവിടെ ഫ്രീ ഫ്ലോയിങ് ആയിരിക്കും. ഫ്ലൂയിഡിൻ്റെ ഒരു പാത്വേ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോയിങ് ആയിരിക്കും. ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ വേഴ്സൺസ്. അവിടെ ഇൻഫ്ലമേഷൻ തുടങ്ങി. ലീഡ്സ് ടു അട്രാക്ട് മോർ WBC ടു ദ സൈറ്റ്. കൂടുതൽ WBC ആ ഒരു സൈറ്റിലേക്കാവുന്നു. ലീഡ്സ് ടു എക്സ്റ്റെൻസീവ് പ്യുർലൈൻ എക്സുഡേറ്റീവ് പ്രൊഡക്ഷൻ. അവിടെ പ്യുർലൈൻ ഡിസ്ചാർജസ് പോലെ അവിടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. ലീഡ്സ് ടു ഇനിഷ്യേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി. അതായത് സ്റ്റേജ് സെക്കൻഡാണ് അവിടെ. ഇവിടെ എന്താണ് തുടങ്ങുന്നത്? ഫൈബ്രോബ്ലാസ്റ്റിക് ആക്ടിവിറ്റിയാണ്. നമ്മുടെ സ്റ്റേജ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഫ്ലോയിങ് ആയിരുന്നു അവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, അഡ്ഹറൻസ് ഓഫ് ദി 2 പ്ലൂറൽ മെംബ്രെയിൻസ്. ഇതാണ് സ്റ്റേജ് തേർഡ് എന്ന് പറയുന്നത്. അവിടെ 2 പ്ലൂറൽ മെംബ്രെയിൻസിലുമാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രീ ഫ്ലോയിങ് ആണ് പറഞ്ഞത്. പ്രസൻസ് ഓഫ് ഫ്രീ ഫ്ലോയിങ് ഫ്ലൂയിഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, ഇനിഷ്യേഷൻ ഓഫ് എന്തിൻ്റെ തുടക്കം? ഫൈബ്രോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി. തേർഡ് സ്റ്റേജിൽ അഡ്ഹറൻസ് ഓഫ് 2 പ്ലൂറൽ മെംബ്രെയിൻസ് ആണ്. 2 പ്ലൂറൽ മെംബ്രെയിൻസ് ആണ് ഇതിലുണ്ടാകുന്നത്. ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് എ പീൽ. അവിടെ എന്ത് ചെയ്യുന്നു? അത് ഒരു പസ്സെല്ലാമായിട്ട് ഡാമേജ്ഡ് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് എത്തുന്നു. നെക്സ്റ്റ്, സിംറ്റംസ് ആണ്. വാട്ട് ആർ ദ സിംറ്റംസ്?
ഫീവർ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡ്രൈ കഫ്. അതിനു മുമ്പേ ഈ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ എംബൈമയെന്നും കോംപ്ലക്സ് എംബൈമയെന്നും. അതിൽ സിമ്പിൾ എംബൈമയിൽ വരുന്ന സിംറ്റംസാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡ്രൈ കഫ്, ഫീവർ, സ്വെറ്റിംഗ്, ചെസ്റ്റ് പെയിൻ, വെൻ ബ്രീത്തിങ് ദാറ്റ് മേ ഡിസ്ക്രൈബ്ഡ് ആസ് സ്റ്റാബിങ്, ഹെഡേക്ക്, കൺഫ്യൂഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ബ്രീത്തിങ്, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈ കഫായിരിക്കും, വരണ്ട ചുമയായിരിക്കും. ഫീവർ ഉണ്ടാവാം, സ്വെറ്റിംഗ് ഉണ്ടാവും, ഹെഡേക്ക്, അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവും, വിശപ്പില്ലായ്മയുണ്ടാവും. നെക്സ്റ്റ് കോംപ്ലക്സ് എംബൈമ. വാട്ട് ഈസ് കോംപ്ലക്സ് എംബൈമ? ഡിഫിക്കൽറ്റി ബ്രീത്തിങ്, ഡിക്രീസ്ഡ് ബ്രെത്ത് സൗണ്ട്, വെയ്റ്റ് ലോസ്, ചെസ്റ്റ് പെയിൻ. ഓക്കെ, ഇവിടെ ബ്രീത്തിങ്ങൊക്കെ ഡിഫിക്കൽട്ടി ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും ബ്രീത്തിങ്, ശ്വാസം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്രെത്ത് സൗണ്ട് നമ്മൾ ഓസ്കൽട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. വെയ്റ്റ് ലോസ്, പെട്ടെന്ന് അവരുടെ വെയ്റ്റ് ലോസ് ചെയ്യും, അവരുടെ കുറഞ്ഞു പോകും, വെയ്റ്റ് പെട്ടെന്ന് കുറയും. അതുപോലെ ചെസ്റ്റ് പെയിനും ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ. വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ ഓഫ് എംബൈമ? ഹൈ ഫീവർ, ചിൽസ്, റാപ്പിഡ് ബ്രീത്തിങ്, ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്, ലോ ബ്ലഡ് പ്രഷർ. ഹൈ ഫീവർ ആയിരിക്കും, അതുപോലെ കുളിരുണ്ടായിരിക്കും. റാപ്പിഡ് ബ്രീത്തിങ് ആണ്, വളരെ ശ്വാസം എടുക്കുന്നത് അത്രയും ആഴത്തിലായിരിക്കും അവരെടുക്കുന്നത്. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നെഞ്ചിടിപ്പ് നമുക്ക് തന്നെ പുറമേ നിന്ന് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഭയങ്കര നെഞ്ചിടിപ്പായിട്ട് തോന്നുന്നതായിരിക്കും. ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ആയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ലോ ബ്ലഡ് പ്രഷർ, BP എന്ത് ചെയ്യും, ലോയായി മാറും. നെക്സ്റ്റ് ഡയഗ്നോസിസ്. വാട്ട് ആർ ദ ഡയഗ്നോസിസ്? ലാബ് ഇൻവെസ്റ്റിഗേഷൻസ്, CBC കൗണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കും, ബ്ലഡ് കൾച്ചർ നോക്കും, സിറം, LDH, ടോട്ടൽ പ്രോട്ടീൻ നോക്കും, ബാക്ടീരിയൽ, മയോബാക്ടീരിയൽ ആൻഡ് ഫംഗൽ കൾച്ചേഴ്സ് ചെയ്യും. എക്സ്റേ നോക്കും, മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. CT സ്കാനും നോക്കുന്നുണ്ട്. ഫ്ലൂയിഡ്, പ്ലൂറൽ സ്പേസിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ലാർജ് പ്ലൂറൽ എഫ്യൂഷൻ ക്യാൻ ബി ഡയഗ്നോസ്ഡ് ഇൻ പോസ്റ്റീരിയർ ആൻറ്റീരിയർ വ്യൂ, lateral decubitus view with affected side inferior facilities facilitate recognition of smaller volume of fluid. Sonography or CT imaging, chest CT imaging detect pleural fluid image the airway, guide interventional procedure. പറഞ്ഞോ, ഈ ഒരു CTക്കകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഫ്ലൂയിഡ് പ്ലൂറൽ സ്പേസിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ USG നോക്കുന്നുണ്ട്, ചെസ്റ്റിനകത്ത് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് എത്ര എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ USG നോക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും C റിയാക്റ്റീവ് പ്രോട്ടീൻസ് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തൊറാസെൻതിസിസ് ചെയ്യുന്നുണ്ട് ഡയഗ്നോസിസ് ആയിട്ട്. അതായത് നീഡിൽ ഇൻസേർട്ട് ചെയ്യും, റിബ് കേജിൻ്റെ ബാക്കിൽ റിബ് കേജിൻ്റെ ഇടയിലായിട്ട് പ്ലൂറൽ സ്പേസ് നോക്കിയാണ് എടുക്കുന്നത്. അവിടെ നിന്നും ഫ്ലൂയിഡ് കളക്ട് ചെയ്യും, അത് അനലൈസ് ചെയ്യും, എന്തെങ്കിലും ബാക്ടീരിയ പ്രോട്ടീൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ലൈക്ക് ബാക്ടീരിയൽ ന്യൂമോണിയ എന്തൊക്കെയായിരിക്കും, നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, ഈ ഒരു ന്യൂമോണിയയും ഈ എംബൈമ കണ്ടീഷനിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. കൺട്രോൾ ഓഫ് ദ ഇൻഫെക്ഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഡ്രെയിനേജ് ദ പ്ലൂറൽ ഫ്ലൂയിഡ്, ഈ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ഡ്രെയിനേജ് ചെയ്യണം. നമ്മളതിനെ കുത്തിയെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്, ഡ്രെയിനേജ് ട്യൂബ് വഴി നമ്മളത് കളയുന്നു. അപ്രോപ്രിയേറ്റ് ആൻറ്റിബയോട്ടിക്സ് 10 to 14 ഡേയ്സ് കൊടുക്കുന്നുണ്ട് IV വഴിയായിട്ട്. പിന്നീട് ഓക്സിജൻ, ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഫോർ 1 to 3 weeks ആഫ്റ്റർ ഡിസ്ചാർജ് ഇഫ് കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്ഷൻസ്. ഓറൽ ആൻറ്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 1 to 3 weeks ആണ്, അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം. ഇനി ഇൻഫെക്ഷൻസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക്സ് സെഫ്രോക്സിം 150 mg/kg/day 3 doses ആണ് കൊടുക്കുന്നത്. സെഫ്രോക്സിം, ക്ലിൻഡാമൈസിൻ കൊടുക്കുന്നുണ്ട് 25 to 40 mg/kg/day 3 ഡോസ് തന്നെയാണ് കൊടുക്കുന്നത്. അടുത്തത് തൊറാസെൻതിസിസ്, തൊറാക്കോട്ടമിയാണ് പ്രൊസീജിയർ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റായിട്ട്.
ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡോക്ടർ ഇൻസേർട്ട് എ പ്ലാസ്റ്റിക് ട്യൂബ്, അതായത് ഒരു ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ചെസ്റ്റ് ബിറ്റ്വീൻ 2 റിബ്സുകൾക്കിടയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ട്യൂബ് സക്ഷൻ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫ്ലൂയിഡ് സക്ഷനിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ദേ മേ ഓൾസോ ഇഞ്ചെക്ട് മെഡിക്കേഷൻ ടു ഹെൽപ്പ് ഡ്രെയിൻ ദ ഫ്ലൂയിഡ്. മെഡിക്കേഷൻസ് കൂടി ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൂയിഡിനെ നമുക്ക് ഈസി ആയിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് പ്രൊസീജിയർ വീഡിയോ അസിസ്റ്റഡ് തൊറാസിക് സർജറി. സർജൻ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റഡ് ടിഷ്യൂ ഏത് ഭാഗത്താണോ ഈ ഒരു ഇത് ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഡ്രെയിനേജ് ചെയ്യുന്നു. മെഡിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കുന്നു. ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യുന്നു. ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാവും. അതിന് ആ ഒരു ഇൻസിഷൻ ഇട്ട് ഒരു ടൈനി ക്യാമറ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത്. അത് തൊറാക്കോസ്കോപ്പ് ഫോർ ദിസ് പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സാണ് തൊറാക്കോസ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പൺ ഡെക്കോർട്ടിക്കേഷൻ. അടുത്തൊരു പ്രൊസീജിയറാണ് ഓപ്പൺ ഡെക്കോർട്ടിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് സർജറി യുവർ സർജൻ വിൽ പീൽ എവേ ദ പ്ലൂറൽ പീൽ. ഇവിടെ എന്താണ് നടത്തുന്നത്, ഈ ഒരു സർജറിയിൽ സർജൻ ഈ ഒരു പ്ലൂറൽ സ്പേസിലുള്ള ഫ്ലൂയിഡിനെ എല്ലാം മാറ്റി അതിനെ റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്പൺ ഡെക്കോർട്ടിക്കേഷൻ എന്ന് പറയുന്ന സർജറി ആയിട്ട് നടത്തുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളെ എംബൈമ എന്ന് പറയുന്ന കണ്ടീഷൻസ്. ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.